ഐക്യത്തിന്റെ കരമുയർത്തി മലബാർ കുടിയേറ്റത്തെ അനുഗ്രഹിച്ചു. സമാനതകളില്ലാത്ത സമാധാന തീർത്ഥാടന മോഹമായി അത് രൂപാന്തരപ്പെട്ടു. വടക്കേ മലബാറിൽ ഒരു പുതിയ കുടിയേറ്റ കേന്ദ്രം തോമാപുരം. കന്നിമണ്ണ് തേടി വന്ന കർഷകൻ മണ്ണിനെ പൊന്നണിയിച്ചു തുടങ്ങിയപ്പോൾ അക്ഷര വെളിച്ചവുമായി 1959 സെന്റ് തോമസ് ഹൈസ്കൂൾ പിറവിയെടുത്തു. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങളും നവീന ആശയങ്ങളും നൽകി കുട്ടി ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിച്ച് കാസർഗോഡ് ജില്ലയിൽ 1ാം സ്ഥാനവും സംസ്ഥാന സ്കൂൾ ശാസ്ത്രഗണിത പ്രവൃത്തി പരിചയ കായിക മേളകളിൽ മികച്ച വിജയവുമായി സെന്റ് തോമസ് ഹൈസ്കൂൾ ജൈത്രയാത്ര തുടരുമ്പോൾ ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു മാനേജ്മെന്റ്, PTA, ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവുമുള്ള ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിനറ്റ് KM-നൊപ്പം അധ്യാപക അനധ്യാപകർ ഇവരുടെ കരുത്തുറ്റ കരങ്ങളുണ്ട്. തോമാപുരത്തിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ ഒരു നിലവിളക്കായി പ്രശോഭിച്ചു നിൽക്കുന്ന സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ 65ാം വാർഷിക റിപ്പോർട്ട്. 2023-24 SLC പാഠ്യപുരോഗതി പരിശോധിച്ചാൽ 144 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 47 ഫുൾ A+, 15 9A+ നേടി 100% വിജയം കൈവരിച്ചു. USS പരീക്ഷയിൽ 4 കുട്ടികൾ സ്കോളർഷിപ്പ് നേടി കോർപ്പറേറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ റാങ്ക് നേടിയ സ്കൂൾ എന്ന പദവി സ്വന്തമാക്കി. NMMS പരീക്ഷയിൽ 3 കുട്ടികൾ സ്കോളർഷിപ്പ് നേടി ജില്ലയിലെ തന്നെ മികച്ച നേട്ടമാണ് കൈവരിച്ചത്. തലശ്ശേരി കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി നടത്തുന്ന മാസ്റ്റർ മൈൻഡ് 2K23, വേദപാഠം, സന്മാർഗപാഠം, അക്കാദമിക് എന്നീ സ്കോളർഷിപ്പുകൾ ഓരോന്നും 4 കുട്ടികൾ വീതം നേടി. PD ചാക്കോ പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനവും കരസ്ഥമാക്കി കോർപ്പറേറ്റിലെ തന്നെ മികച്ച സ്കൂളിലൊന്നായി സെന്റ് തോമസ്. രാവിലെയും വൈകുന്നേരവും SLC, USS, മികവ്, NMMS തുടങ്ങിയ പരീക്ഷകൾക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഒപ്പം കലാകായിക ശാസ്ത്രമേളകൾക്കായി കുട്ടികളെ ചിട്ടയായ പരിശീലനം നൽകി അധ്യാപകർ തയ്യാറാക്കുന്നു. 2024 ജൂൺ 3 പ്രവേശനോത്സവം നടത്തി. സ്കൂൾ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ മാണി മേൽവെട്ടം, അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ വിനോദ് ഇട്ടിയപ്പാറ, റവറൻ ഫാദർ ജിജോ പള്ളിക്കുന്നേൽ എന്നിവർ നിർവഹിച്ചു. പ്രവേശനോത്സവ ഉദ്ഘാടനം ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫിലോമിന ആക്കാട് നിർവഹിച്ചു. റവറൻ ഫാദർ വിനോദ് ഇട്ടിയപ്പാറ 2024-25 വർഷത്തെ സ്കൂൾ മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിനറ്റ് KM നൽകി. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. ടൗണിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ചിറ്റാരിക്കാൽ PHCയുടെ നേതൃത്വത്തിൽ പേവിഷബാധയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് KSE ബിർട്ടേഡ് സീനിയർ സൂപ്രണ്ട് ബിനോ വർഗീസ് ക്ലാസ് എടുത്തു. 2023-24 SLC ബാച്ചിന്റെ അനുമോദന സമ്മേളനം വിജയബേരി 2K23യുടെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനും കലാകാരനുമായ ശ്രീ സന്തോഷ് പനയാൽ നിർവഹിച്ചു. ജൂൺ 19 വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും വായനാ വാരാചരണത്തിന്റെയും ഉദ്ഘാടനം ഫ്ലവേഴ്സ് കോമഡി ഉത്സവ ഫെയിമും കാവുന്തല പള്ളി വികാരിയുമായ റവറൻ ഫാദർ എബിൻ മടപ്പാന്തോട്ടുകുന്നേൽ നിർവഹിച്ചു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രസിദ്ധ യോഗാ സാമ്രാട്ട് ശ്രീ ദാമോദരൻ മാസ്റ്റർ യോഗയ്ക്ക് നേതൃത്വം നൽകി. അന്നേ ദിവസം തന്നെ സംഗീത ദിനത്തോടനുബന്ധിച്ച് വിവിധ ടീമുകൾ സംഗീതാലാപനം നടത്തി. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ADSUവിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ വിരലടയാളം പതിക്കൽ, പോസ്റ്റർ രചന, പ്ലക്കാർഡ് നിർമ്മാണം, പ്രതിജ്ഞ, റാലി, ക്വിസ് മത്സരം എന്നിവ നടത്തി. ടീൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 5 മുതൽ 7 വരെ ക്ലാസുകളിലെ പെൺകുട്ടികൾക്കായി BRC ട്രെയിനർ ജിംന ക്ലാസ് നൽകി. ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ നളിനാക്ഷൻ സാർ എടുത്തു. കൗമാരവും ആഹാരവും എന്ന വിഷയത്തിൽ ശ്രീമതി ജെസ്സി മാത്യു ക്ലാസ് നയിച്ചു. കൂടാതെ കുട്ടികൾക്ക് കൗൺസിലിംഗും ബോധവൽക്കരണ സെമിനാറും നടത്തി. PTA ജനറൽ ബോഡിയിൽ നിന്നും 12 പേരെ PTA എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുത്തു. സ്റ്റുഡന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കുമാരി നിവേദിത ബിജു ഹൈസ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വളപ്പിൽ പച്ചക്കറി കൃഷി, ചെണ്ടുമല്ലിക കൃഷി എന്നിവ നടത്തിവരുന്നു. കർഷക ദിനത്തിൽ ജൈവ കർഷകൻ ശ്രീ മാമച്ചൻ കായമാക്കലിന്റെ കൃഷിയിടം സന്ദർശിച്ചു. വിലങ്ങാടിനൊരു കൈത്താങ് നൽകി. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് PHSയിലെ ഡോക്ടേഴ്സിനെ ആദരിച്ചു. ചാന്ദ്രദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ലിറ്റിൽ കൈറ്റ് സംഘങ്ങളുടെ രക്ഷിതാക്കൾക്കായി IT അധിഷ്ഠിത ബോധവൽക്കരണ ക്ലാസ് ജില്ലാ IT കോഓർഡിനേറ്റർ ശ്രീ മനോജ് സാർ നൽകി. ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിശകലനം ചെയ്യുന്നതിനും തുടർ പ്രവർത്തനം നടത്തുന്നതിനും പരീക്ഷകളുടെ മാർക്കുകൾ വിലയിരുത്തുന്നതിനുമായി യഥാസമയങ്ങളിൽ ക്ലാസ് PTA വിളിച്ചു ചേർക്കുന്നു. മണ്ഡപം സെന്റ് ജോസഫ് UP സ്കൂളിൽ വെച്ച് നടത്തിയ ഒളിമ്പിക്സ് മെഗാ ക്യൂസിൽ അലക്സ് ജെയിംസും ശീതൽ PC എന്നിവരുടെ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ചിറ്റാരിക്കാൽ ഉപജില്ല കായികമേളയുടെ മുന്നോടിയായി ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം നടത്തി.
സബ് ജില്ലാ ഫ്രീഡം ക്യൂസ്, KPSTA സ്വദേശ് മെഗാ ക്യൂസ് എന്നിവയിൽ വിവേക് ജോസഫ് തോമസ് 1ാം സ്ഥാനം നേടി. UP വിഭാഗത്തിൽ സീതാലക്ഷ്മി പ്രസാദ് 2 3ാം സ്ഥാനം നേടി. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഈ മാലിന്യ ശേഖരണം നടത്തി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനോത്സവ പരിപാടികൾ സമുചിതമായി ആഘോഷിച്ചു. SPC NCC കേഡറ്റുകൾ സ്വാതന്ത്ര്യദിന പരേഡ് നടത്തി. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ പൂക്കൾ നൽകി കുട്ടികൾ അധ്യാപകരെ ആദരിച്ചു. സ്കൂൾ മാനേജ്മെന്റ്, PTA, AKCC, ഫെഡറൽ ബാങ്ക് മാനേജർ എന്നിവരും അധ്യാപകരെ ആദരിച്ചു. ഓണാഘോഷം വിവിധ മത്സര പരിപാടികളോടെ ആഘോഷിച്ചു. പായസ വിതരണവും നടത്തി. സ്കൂളിലെ നിർധനരായ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് PTA നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ നൽകി. സോഷ്യൽ സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുട്ടികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ, കുട മുതലായവ നൽകി വരുന്നു. വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ കണ്ണിവയൽ ലിസ്യു ഭവൻ സന്ദർശിച്ചു. കുട്ടികൾ വീടുകളിലെ പ്രായമായ മാതാപിതാക്കളെ പൂക്കൾ നൽകി ആദരിച്ചു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ മുന്നോടിയായി കുട്ടികൾ സ്കൂളും പരിസരവും ശുചീകരിച്ചു. NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഒക്ടോബർ 8, 9, 10 തീയതികളിലായി ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് സെന്റ് തോമസ് സ്കൂൾ ആതിഥേയത്വം വഹിച്ചു. കായികമേളയിൽ 2000-ഓളം കായിക പ്രതിഭകൾ പങ്കെടുത്തു. സെന്റ് തോമസ് തോമാപുരം ഫസ്റ്റ് റണ്ണറപ്പ് കിരീടം നേടിയപ്പോൾ UP കിഡീസ് വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. 2 വ്യക്തിഗത ചാമ്പ്യന്മാരും നമുക്ക് സ്വന്തം. എർലിൻ ആൻഡ് ജോസഫും ആദിദേവ് MS-ഉം. ഗെയിംസ് ഇനങ്ങളിൽ ചെസ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, നെറ്റ്ബോൾ തുടങ്ങിയ എല്ലാ മത്സരങ്ങളിലും തോമാപുരത്തിന്റെ മക്കൾ കഴിവ് തെളിയിച്ചു. കായികമേളയിൽ വിജയികൾക്കുള്ള ആഹ്ലാദ പ്രകടന റാലി നടത്തി. കായിക താരങ്ങൾക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം തുടങ്ങിയ പ്രമുഖർ അണിനിരന്നു. നെല്ലിക്കാമല ഉന്നതിയിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി PHSയുമായി സഹകരിച്ച് BP, ഷുഗർ എന്നിവയുടെ പരിശോധനാ ക്യാമ്പ് നടത്തി. പാരന്റിംഗ് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തുകയും ചെയ്തു. റിക്കവർ ദി മൈൻഡ് SSLC കുട്ടികൾക്ക് വേണ്ടി വർക്ക്ഷോപ്പും കൗൺസിലിംഗും MSMI തലശ്ശേരി പ്രൊവിനൻസ് നവദർശൻ ടീം നടത്തി. സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രമേള, ഗണിതമേള, IT മേള, പ്രവൃത്തി പരിചയമേള, സയൻസ് മേള എന്നിവയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും UP വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പുമായി. ജില്ലാ ഗണിതശാസ്ത്രമേളയിൽ HS വിഭാഗത്തിൽ തോമാപുരം ഹൈസ്കൂൾ ജില്ലയിൽ 1ാമതായി. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് അസംബ്ലിയും തുടർന്ന് MPTA പ്രസിഡന്റ് ശ്രീമതി ശുഭലക്ഷ്മിയുടെ നേതൃത്വത്തിൽ വനിതാ ടീമിന്റെ ചെണ്ടമേളവും ഉണ്ടായിരുന്നു. NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂളിനോട് ചേർന്നുള്ള തോട് ശുചീകരണ പ്രവൃത്തി നടത്തി. SPCയുടെ നേതൃത്വത്തിൽ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ചികിത്സാ സഹായം നൽകി. ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ SPC കുട്ടികൾ സന്ദർശിച്ചു. ചിറ്റാരിക്കാൽ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് ഇതര ഇനങ്ങളിലെല്ലാം തോമാപുരത്തിന്റെ ചുണക്കുട്ടികൾ മാറ്റുരച്ചു. UP വിഭാഗത്തിൽ ഓവറോൾ കിരീടവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പുമായി. 2024-25 SLC ബാച്ച് പഠനയാത്രയുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും PTAയും അടങ്ങുന്ന സംഘം മൈസൂർ, ബാംഗ്ലൂർ സന്ദർശിച്ചു. ചിറ്റാരിക്കാൽ വൈസ് നിവാസിൽ കുട്ടികൾ പൊതിച്ചോറ് വിതരണം ചെയ്തു. അവരോടൊപ്പം സമയം ചിലവഴിച്ചു. UP വിഭാഗം കുട്ടികൾക്കായി രുചിമേള സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ടൗണിൽ പരിസരത്തും ക്യാമ്പയിനുകൾ നടത്തി. ടാക്സി വാഹനങ്ങളിൽ ലഹരിവിരുദ്ധ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തു. പെരിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളെ ആദരിക്കുകയും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ചിറ്റാരിക്കൽ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും മധുര പലഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. വീട്ടിൽ എൻ്റെ കൃഷിത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് പച്ചക്കറി വിത്തുകൾ നൽകി. അധ്യാപകർ കുട്ടികളുടെ ഭവനം സന്ദർശിക്കുകയും അവരുടെ കുടുംബങ്ങളുമായി നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു. നല്ല പാഠം ക്ലബിന്റെ ഭാഗമായി രുചിമേളം, ഇലക്കറിമേളം പരിപാടി നടത്തി. ഡിസംബർ 20 കോർപ്പറേറ്റ് തല ക്രിസ്മസ് ആഘോഷം പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം സ്കൂൾ ഗ്രൗണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയുടെ അധ്യക്ഷതയിൽ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ മാത്യു ശാസ്താംപടവിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ക്രിസ്തുമസ് സന്ദേശം നൽകി. തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി. സെന്റ് തോമസ് HSS തോമാപുരത്തിന്റെ പേര് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള, സംസ്ഥാന സ്കൂൾ കായികമേള, സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് എന്നിവയിൽ ഉയർന്നു കേട്ടുവെങ്കിൽ അത് തോമാപുരത്തിന്റെ ചുണക്കുട്ടികളുടെ മിന്നും പ്രകടനം തന്നെ. കലാരംഗത്തിന്റെ തിലകക്കുറി എന്നോണം കാലാകാലങ്ങളായി സംസ്ഥാന മത്സരത്തിൽ സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ ബാൻഡ് ടീം. ഭരതനാട്യം, കുച്ചുപ്പുടി, കേരള നടനം എന്നിവയിൽ സച്ചു സതീഷ്. ഗണിതശാസ്ത്രമേളയിൽ ജിയ ജിസ് ആൻഡ് ജിപ്സ തെരേസ. സയൻസ് മേളയിൽ അമൃത ഷാജി ആൻഡ് ഐറൻ റിസ ജോബി.
പ്രവൃത്തി പരിചയമേളയിൽ അൻസ അന്ന സന്തോഷ് ആൻഡ് സിൻസ വിനോദ് എ. ശാസ്ത്ര സെമിനാറിൽ റിയ എലിസബത്ത് എന്നിവർ എ ഗ്രേഡ് സ്വന്തമാക്കി. MTSC സംസ്ഥാന വിജയി ഡാനിയ അന്ന അബ്രഹാം. സ്കൂൾ ഒളിമ്പിക്സിൽ ഫുട്ബോൾ ടീമിൽ ഐറിൻ ആൻഡ് ജോസഫും നെറ്റ്ബോളിൽ തോമാപുരത്തിന്റെ 10 കായിക പ്രതിഭകളും പങ്കെടുത്തു. ഹൈടെക് നിലവാരത്തിലുള്ള ക്ലാസ് മുറികളും മലബാറിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ മാത്സ് ലാബ്, പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി സമ്പന്നമായ സയൻസ് ലാബ്, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ IT ലാബ്, വിശാലമായ വായനാമുറി, പുസ്തകങ്ങളാൽ സമ്പന്നമായ ലൈബ്രറി, കുടിവെള്ളത്തിനായി വാട്ടർ പ്യൂരിഫയർ ടാങ്ക്, മാലിന്യ സംസ്കരണത്തിനായി നിർമ്മിച്ച ഇൻസുലേറ്റർ, യാത്രാക്ലേശം പരിഹരിച്ച് കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിലെത്തിക്കുന്നതിനായി 3 സ്കൂൾ ബസ്സുകൾ, നവകേരളം മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിത വിദ്യാലയ പദവി, കായിക നിലവാരത്തിന്റെ മേന്മ വിളിച്ചോതുന്ന വിശാലമായ കളിസ്ഥലം, തോമാപുരത്തിന്റെ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും കൊഴുപ്പേകുന്ന പാൻ ടീം, ഇതെല്ലാം തോമാപുരത്തിന്റെ പ്രത്യേകതകളാണ്. ചിറ്റാരിക്കാലിന് തിരകക്കുറിയായ സെന്റ് തോമസ് HSS അതിന്റെ പ്രയാണത്തിൽ ഇനിയും ഉയരങ്ങൾ താണ്ടി മലയോരത്തിന്റെ അഭിമാനമായി മാറട്ടെ. സർവോപരി വെളിച്ചമേകി വഴി നടത്തുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നന്ദി.